നമസ്കാരം. കേരളവും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ഭൂപടത്തിൽ കയറിപ്പറ്റുകയാണ്. കേരളത്തിൽ കോഴിക്കോട് വ്യോമ സുരക്ഷ നിരീക്ഷിക്കുവാനും സുരക്ഷ ശക്തിപ്പെടുത്താനും വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ നിരീക്ഷണ കേന്ദ്രം വരികയാണ്. കടലുണ്ടിയിൽ 40 ഏക്കർ സ്ഥലത്താണ് ഈ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. വെറോണിഷ് എന്ന അതിദൂര വ്യോമ റഡാർ സംവിധാനം റഷ്യ ഇന്ത്യക്ക് കൈമാറുമെന്ന് വാർത്തകൾ വന്നിരുന്നു. ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ദൂരപരിധിയാണ് ഈ റഷ്യൻ റഡാറുകളുടെ സവിശേഷത. ആകാശത്ത് ലംബമായി 8000 കിലോമീറ്റർ ദൂരത്തു നിന്നും ചരിഞ്ഞ ദിശയിൽ 1000 കിലോമീറ്റർ നിന്നുമൊക്കെ വരുന്ന ശത്രു ലക്ഷ്യങ്ങളെ കണ്ടെത്തി തുടർ നടപടിയെടുക്കാനും കഴിയുമെന്നതാണ് ഈ റഡാറുകളുടെ മേന്മ. ഇത്തരം അത്യാധുനിക വെറോണിഷ് റഡാറുകൾ കോഴിക്കോട്ടെ നിരീക്ഷണ കേന്ദ്രത്തിലാകും പ്രവർത്തന സജ്ജമാക്കുക. കാരണം അത്ര കണ്ട് സങ്കീർണമാണ് ഇന്നത്തെ യുദ്ധരീതികൾ. ഇന്ത്യയുടെ ദക്ഷിണ ഭാഗം പൊതുവെ സമാധാനപരമായ പ്രദേശമാണെന്നാണ് വെപ്പ്. എന്നാൽ ചൈനയുടെ കടലിലെ ആധിപത്യമുറപ്പിക്കൽ ഏറെ ഭീഷണിയാവുക ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലൊന്നാണ്. തമിഴ്നാട്, കേരളം, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചൈന കടൽ വഴി ബാലിസ്റ്റിക് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. കേരളത്തിൽ തന്നെ ഏഴിമല നാവിക അക്കാദമിയുണ്ട്. കണ്ണൂരിൽ പാരാമിലിറ്ററി ഉണ്ട്. കൊച്ചിയിൽ നേവൽ ബേസ് ക്യാമ്പുണ്ട്. INS ഗരുഡ, INS വെണ്ടുരുത്തി, INS ദ്രോണാചാര്യ തുടങ്ങിയ യുദ്ധ ബേസുകളുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് വിമാനവാഹിനി INS വിക്രാന്ത് വരെ നിർമ്മിച്ച കപ്പൽ നിർമ്മാണശാലയുണ്ട്. തിരുവനന്തപുരത്തെ പാങ്ങോട് കരസേനയുടെ ഒരു സുപ്രധാന കേന്ദ്രമുണ്ട്. സദേൺ എയർ കമാൻഡും കേരളത്തിൽ തിരുവനന്തപുരത്താണ്. ശംഖുമുഖത്ത് എയർഫോഴ്സ് സ്റ്റേഷനും ബേസുമുണ്ട്. അത് സജീവമാണ് അന്നും ഇന്നും. അപ്പോൾ കേരളവും മിസൈൽ പ്രതിരോധത്തിനുള്ള അത്യാധുനിക റഡാർ അടക്കം വ്യോമ പ്രതിരോധ കേന്ദ്രം കൊണ്ട് നിരീക്ഷണം ശക്തമാക്കും. പുതിയ യുദ്ധങ്ങളിൽ, പ്രത്യേകിച്ച് റഷ്യ, യുക്രൈൻ, ഇസ്രയേൽ, ഇറാൻ യുദ്ധങ്ങളിൽ നാം കണ്ടതാണ് ഡ്രോൺ ആക്രമണം. യുക്രൈനിൽ നിന്നും 2000 കിലോമീറ്റർ വരെ അകലെയുള്ള സൈബീരിയൻ മേഖലയിൽ വരെ വ്യോമത്താവളങ്ങളിൽ യുക്രൈന്റെ ഡ്രോണുകൾ പറന്നു ചെന്ന് ആക്രമണം നടത്തിയത് നാം കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ സ്ഫോടക വസ്തുക്കളുമായി പറത്തിവിട്ട തുർക്കി നിർമ്മിത ഡ്രോണുകൾ എത്രയോ എണ്ണം നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടുപിടിച്ച് തകർത്തതാണ്. അപ്പോൾ ശത്രു രാജ്യത്തിന്റെ, അത് പാകിസ്ഥാന്റേതുമാകാം അല്ലെങ്കിൽ ചൈനയുടേതുമാകാം, ഇവർ രണ്ടുമാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് പ്രത്യക്ഷത്തിൽ കടുത്ത ഭീഷണി ഉയർത്തുന്നത്. യുദ്ധക്കപ്പലുകളിൽ നിന്നും ഡ്രോണുകൾ കേരളത്തിന്റെയോ തമിഴ്നാടിന്റെയോ ജലാതിർത്തിയിൽ നിന്നും ആക്രമണം നടത്താനുള്ള സാധ്യത വ്യോമസേനയും കരാനാവിക സേനാംഗങ്ങളും തള്ളിക്കളയുന്നില്ല. തെക്കൻ സംസ്ഥാനങ്ങളും യുദ്ധസാധ്യതാ സംസ്ഥാനങ്ങളാണെന്ന് ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയോട് ചാരക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തലങ്ങും വിലങ്ങും ചൂണ്ടയിടുന്നുണ്ട്. മാൽദ്വീപിൽ ചൈനയുടെ ചില ഇടപാടുകൾ നടക്കുന്നുമുണ്ട്. ഇന്ത്യയോട് ചേർന്ന ശ്രീലങ്കയിൽ ചൈനയുടെ തുറമുഖ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ദക്ഷിണേന്ത്യയിലെ തന്ത്രപ്രധാനമായ വ്യോമ പ്രതിരോധ സംവിധാനം S-400 ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളടക്കം ഇന്ത്യയുടെ റഡാർ, ഫ്ലൈറ്റ് ടാക്കർ, ഫ്ലൈറ്റ് ജാമർ സംവിധാനങ്ങളെല്ലാം അഡ്വാൻസ് എയർ ഡിഫൻസ് സിസ്റ്റം കോഴിക്കോട് സ്ഥാപിക്കുന്നതിന് കേന്ദ്രം തീരുമാനമെടുത്തിട്ടുള്ളത്. ദക്ഷിണേന്ത്യ വഴി കടൽ മാർഗമുള്ള ഏതൊരാക്രമണവും നമുക്ക് ഇതുവഴി തടയാനാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്.
പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.